ഹലോ, വെൽക്കം ബാക്ക് ടു ദി വോയാഗർ. ദിസ് ഈസ് അസ്ലാം. ഇത് നമ്മുടെ ബാംഗ്ലൂർ റൈഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കയറിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ മുകളിലും കൊടുക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എൻഡ് ചെയ്തത് വയനാട് ചുരം കയറിയിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതുവരെ ഏകദേശം ഇതിപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് കയറി, ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. അതുവരെ ഞാൻ അധികം ക്ലിപ്സ് എടുത്തിരുന്നില്ല, ഗോപ്രോ ഓഫ് ആയിരുന്നു, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ കാഴ്ചകളും മെയിനായിട്ട് കാണാനുള്ളത് തന്നെ മുത്തങ്ങയിലാണ്. അപ്പോൾ നമ്മൾ മുത്തങ്ങ പാട്ട് കാണിക്കാമെന്ന് നിർത്തിയിട്ടാണ് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അവിടെ കൊറോണ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും വേണ്ട, കാരണം നമ്മൾ കർണാടക എൻട്രി ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. കേരളയിലോട്ട് തിരിച്ചു കയറ്റുന്നവർക്ക് അവർക്ക് വേണം അവരെ രജിസ്റ്റർ ചെയ്ത് അവിടെ ടെസ്റ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. മുത്തങ്ങയായാലും ബന്ദിപ്പൂരായാലും നമ്മളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് ഇങ്ങനെ കയറുക. പിന്നെ നമ്മളൊരു അറൗണ്ട് 15 മുകളിൽ സ്പീഡ് കയറുമ്പോൾ വേണ്ട നെക്സ്റ്റ് അടുത്ത ഹമ്പ്. അങ്ങനെ അതൊരു സത്യം പറഞ്ഞ ഒരു വൈബാണ്, സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്നതും. നിർത്തി ഫോട്ടോ എടുത്താൽ പതിനെടുക്കാതെ നിയമമുള്ളൂ. അയാളെ 100 കിട്ടിച്ചിട്ട് പറഞ്ഞാണ്, വെറുതെ അങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ള 2 പേരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അവരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടിപ്പോൾ പരിചയപ്പെട്ടതാണ്, അവിടുന്ന് മീറ്റ് ചെയ്തതാണ്. ഓണമൊക്കെ കിട്ടിയ 2 ഫ്രണ്ട്സാണ്. എന്തായാലും ഒറ്റയ്ക്ക് പോവല്ലേ, 2 ആളെ കിട്ടുമ്പോൾ രസമല്ലേ, അങ്ങനെ അവർ കൂടിയതാണ്. അവർ 2 പേര് ഡ്യൂക്കിലാണ്, താമരശ്ശേരിയിൽ നിന്ന് വരുന്നത്. അവരും ബാംഗ്ലൂരിലോട്ട് തന്നെ. അങ്ങനെ നമ്മൾ കർണാടക എൻട്രി ചെയ്ത് മുത്തങ്ങ ഫോറസ്റ്റും കഴിഞ്ഞ് ഇനി ആ ഫോറസ്റ്റ് വൈബൊക്കെ പോയി. ഇനി നല്ല നാടൻ വൈബൻ, നല്ല കർണാടകൻ നാടൻ വൈബ്. ഈ റൂട്ട് നമ്മൾ ഗുണ്ടൽപേട്ടുള്ള റൂട്ടാണ്, സംഭവം നൈസാണ്. മുത്തങ്ങ ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചതാണ്. പിന്നെ ഫോറസ്റ്റ് ഇറങ്ങിയില്ലേ, പിന്നെ ഒരു ചായ അതാവട്ടെ നിർത്തി.
ഗുണ്ടൽപേട്ടെത്തി. ഗുണ്ടൽപേട്ടെന്ന് ഇതാ ഇനി റൈറ്റിലോട്ടുള്ള റോഡ് നമ്മുടെ ബന്ദിപ്പൂർ ഊട്ടി റോഡ്, സ്ട്രൈറ്റ് ടു നിലമ്പൂർ. ഇത് ലെഫ്റ്റിലോട്ട് നമ്മളെ മൈസൂർ, ബാംഗ്ലൂർ എല്ലാ റൂട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ലൈവ് ലെഫ്റ്റ് എടുത്ത് കയറി. കർണാടക KSRTC മുന്നിൽ പോകുന്നു, നമ്മുടെ കേരള KSRTC. നമ്മൾ വയനാട് ചുരത്തിന് കണ്ടു പറഞ്ഞിരുന്നില്ല, അതേപോലെ തന്നെ അതേ പോകുന്നു നമ്മുടെ വണ്ടി. മൈസൂർ റോഡിലെ വണ്ടിയാണ്. കർണാടക KSRTC പോലല്ല, ചെക്കന് ചുള്ളനാ. എന്ന് വെച്ചാൽ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. സ്പേസും തരില്ല, അവർ നല്ല സ്പീഡിലാണ് പോകുന്നത്. കർണാടക KSRTC ഒക്കെ നൈസായിട്ട് നമുക്ക് എടുക്കുക, ഒരു വിധത്തിൽ നമ്മളൊരു ലെവലിൽ പിടിച്ച് പോകണേ എടുക്കുക. ഇവരങ്ങനല്ല, നമ്മൾ മലയാളികളല്ലേ, എടുക്കാൻ കുറച്ച് പേടിയാണ്. മൈസൂർ ഹൈവേ ആണ്, പക്ഷെ മൈസൂർ എത്തിണ്ടായിരുന്നില്ല. പോണ വഴിക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. 2 കാർ തമ്മിൽ നൈസായിട്ടൊന്ന് കൂട്ടിയിടിച്ചു. സംഭവം അവിടെ കാണുന്ന പുല്ലൊന്നും അവരുടെ ആക്സിഡൻറ്റിന് ബന്ധമായിട്ടല്ല, അത് അവരെ അവരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. പക്ഷേ ഇവർ അത് കണ്ടിട്ട് എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, രണ്ടും നൈസായിട്ടൊരു ആക്സിഡൻറ്റ്. അങ്ങനെ നമ്മൾ മൈസൂർ റിംഗ് റോഡ് എത്തി. അപ്പോൾ റൈറ്റിലോട്ടാണ് റിംഗ് റോഡ്, ലെഫ്റ്റ് തന്നെ സ്ട്രെയിറ്റാണ് നേരെ മൈസൂർ ടൗണിലോട്ട്. നമുക്ക് നേരെ റിംഗ് റോഡ് പിടിച്ച് ബാംഗ്ലൂർ പോകാം. അപ്പോൾ ഇനി നല്ല വെയിലും ഉണ്ട്, ഫുൾ ഹൈവേ അല്ലേ, അതുകൊണ്ട് വീഡിയോ ഇതിൽ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമ്മുടെ നൈസ് ഫോട്ടോസിനായി ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക, ഹിമാലയൻ ബീച്ച്. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ അസ്ലം, സൈനിങ് ഓഫ്.